അവസാനമായി നമ്മൾ പഠിക്കുന്നത് ഫുൾ ഔട്ടർ ജോയിൻ അഥവാ ഫുൾ ജോയിനെ കുറിച്ചാണ്. ഫുൾ ജോയിൻ നമ്മൾ രണ്ട് ടാബുകളിൽ തമ്മിൽ ഫുൾ ജോയിൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ടാബുകളിലെയും മുഴുവൻ റെക്കോർഡ്സും ലഭിക്കും. അതുപോലെ അവ തമ്മിൽ മാച്ച് ആവുന്ന റെക്കോർഡ്സും നമുക്ക് ലഭിക്കും. MySQL ഫുൾ ജോയിൻ എന്ന് പറയുന്ന ഈ സിൻടാക്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ നമുക്ക് MySQLിൽ ഫുൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് ലെഫ്റ്റ് ജോയിനെയും അതുപോലെ റൈറ്റ് ജോയിനെയും നമുക്ക് കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫുൾ ജോയിൻ്റെ സെയിം റിസൾട്ട് ലഭിക്കുന്നതാണ്. സോ നമുക്കിവിടെ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ടേബിൾ 1 ഫുൾ ഡീറ്റെയിൽസും ലഭിക്കും, അതുപോലെ ടേബിൾ 2 ഫുൾ ഡീറ്റെയിൽസും ലഭിക്കും, അതുപോലെ അവ തമ്മിൽ മാച്ച് ആവുന്നുള്ള റെക്കോർഡ്സും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ടേബിൾ 1 നമുക്കിവിടെ കൺട്രി എന്ന് പറയുന്ന ടേബിളുണ്ട്, ടേബിൾ 2 നമുക്കിവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടേബിളുണ്ട്. സോ ഇവ തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവ തമ്മിൽ നമ്മൾ ഫുൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഡീറ്റെയിൽസ് ലഭിക്കും. ടേബിൾ 1 മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, ടേബിൾ 2 മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. സോ അവ തമ്മിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ റെക്കോർഡ്സ് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ MySQL ഓപ്പൺ ചെയ്യുക. MySQL ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഫുൾ ജോയിൻ നമുക്ക് ആദ്യമായി ലെഫ്റ്റ് ജോയിൻ സെലക്ട് ചെയ്യാം. സോ ഞാനിവിടെ ലെഫ്റ്റ് ജോയിൻ സെലക്ട് ചെയ്യുന്നു. ഫുൾ ജോയിൻ ഇവിടെ വന്ന് ലെഫ്റ്റ് ജോയിൻ സെലക്ട് ചെയ്യുന്നു, അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ റൈറ്റ് ജോയിൻ സെലക്ട് ചെയ്യുന്നു. സോ നമ്മൾ MySQL രണ്ടിൻ്റെയും യൂണിയനാണ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ലെഫ്റ്റ് ജോയിൻ ഉണ്ട്, അതുപോലെ റൈറ്റ് ജോയിൻ ഉണ്ട്. ഞാനിവിടെ സെമിക്കോളൻ ഇവിടെ മാറ്റുന്നു. നമ്മൾ സെമിക്കോളൻ നമ്മുടെ കൊറി കഴിഞ്ഞ് അവസാനത്തെ ലൈനിലാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഒരു കൊറി ആണെങ്കിൽ ആ കൊറിയുടെ അവസാനമാണ് നമ്മൾ സെമിക്കോളൻ കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ യൂണിയൻ എന്ന് കൊടുക്കുന്നു. സെലക്ട് ചെയ്യുന്നു, മുഴുവനും സെലക്ട് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ നമുക്കിവിടെ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം ലെഫ്റ്റ് ജോയിനും ഉണ്ട്, റൈറ്റ് ജോയിനും ഉണ്ട്. സോ ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിനും നമ്മൾ യൂണിയൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ജോയിൻ്റെ സെയിം റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. കാരണം MySQLിൽ ഫുൾ ജോയിൻ എന്ന് പറയുന്ന കീവേഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലെ മുഴുവൻ ടേബിളും 5 റെക്കോർഡുള്ള ടേബിൾ ലഭിക്കും, അതുപോലെ റൈറ്റ് സൈഡിലെ മുഴുവൻ റെക്കോർഡും ലഭിക്കും. അവ തമ്മിൽ മാച്ച് ആവുന്ന രീതിയിലായിരിക്കും നമുക്ക് റെക്കോർഡ് ലഭിക്കുന്നത്. മാച്ച് ആവാത്ത ഫീൽഡ് ഉണ്ടെങ്കിൽ നമുക്കവിടെ നൾ എന്ന് പറയുന്ന വാല്യൂ ലഭിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഫുൾ ജോയിൻ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവയാണ് പ്രധാനപ്പെട്ട 4 ജോയിൻസ്. നമുക്ക് SQLിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 4 ജോയിൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്.